റിയ ഇഷ, ഈ അപൂർവ പ്രതിഭയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. നിസാരക്കാരിയല്ല റിയ. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അദാലത്ത് ജഡ്ജി, ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗം, സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ്, അങ്ങനെ ഒട്ടനവധി വിശേഷണങ്ങളുണ്ട് റിയയ്ക്ക്. അപ്പോൾ റിയയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മോഡലിംഗ് രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ യുവതി യുവാക്കൾക്ക് പരിശീലനവും അവസരവും ഒരുക്കുകയാണ് ഇപ്പോൾ റിയ ഇഷ ചെയ്യുന്നത്. മോഡലിംഗിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ ഏത് നിമിഷവും റിയ നിങ്ങളുടെ ക്യാമ്പസുകളിലെത്തും. നിങ്ങൾ കാത്തിരിക്കും. ഏറ്റവും താഴെക്കിട കിടക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. പക്ഷേ അവർക്ക് നമ്മുടെയൊക്കെ കാഴ്ചപ്പാടാണ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് മോഡലിങ്ങിലേക്ക് പറ്റുള്ളൂ. പക്ഷേ അതല്ല, ജോബിനോടൊപ്പം തന്നെ അവരുടെ ഒരു പാഷനും മുന്നോട്ട് കൊണ്ട് ഒരു സെലിബ്രിറ്റി കാറ്റഗറിയിലേക്ക് എത്തിക്കുക. നമ്മൾ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതം സക്സസ് ആകുന്നത്. മോഡലിംഗ് രംഗത്തേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നാൽ പലപ്പോഴും ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളായി അവശേഷിക്കുന്നു. ചതിക്കുഴികളിൽ വീണു പോകുന്നവരും കുറവല്ല. എല്ലാ മേഖലകളിലും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പവർ തെളിയിക്കുന്നതിനനുസരിച്ചിരിക്കും മറ്റുള്ളവരുടെ ഇത്. അപ്പം ഒരിക്കലും നമ്മൾ ഈ മേഖല എന്നല്ല, സിനിമയാണെങ്കിലും മോഡലിംഗ് ആണെങ്കിലും എല്ലാ മേഖലയിലും എല്ലായിടത്തും എല്ലാ ഇതും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ കൂടുതൽ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഗ്രാമീണ മേഖലയിൽ നിന്നുള്ളവർക്കും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും പരിശീലനവും മാർഗനിർദ്ദേശവും നൽകുക, ഈ ലക്ഷ്യത്തോടെയാണ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനോടുകൂടിയ മോഡലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് റിയ സ്ഥാപിച്ചത്. ക്യാമ്പസുകളിൽ റാമ്പ് ഷോകൾ നടത്തി കൂടുതൽ പേർക്ക് അവസരമൊരുക്കുകയാണിപ്പോൾ. ബാല്യം മുതൽ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് എൻവയോൺമെന്റ് മൂവ്മെന്റ് അംഗം, സർവകലാശാല അത്ലറ്റിക് മീറ്റ് ചാമ്പ്യൻ എന്നീ നിലകളിൽ ശ്രദ്ധേയയാണ്. സിനിമാ സീരിയൽ രംഗത്തും റിയ ഇഷ സജീവമാണ്. ആസ് എ ട്രാൻസ് പേഴ്സൺ എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ കഴിവുകളെ തിരിച്ചറിയാതെ ഞാൻ എന്നും ആ ഒരു നിലയിൽ തന്നെ നിന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ യോഗ്യനാവില്ല. അപ്പോൾ ഞാൻ എന്താണെന്ന് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സക്സസ്സിലേക്ക് എത്തിയത്. 24 കോഴിക്കോട്.